എൻ്റെ പേര് സുഭാഷ് വിദ്യാരൻ എന്നാണ്. എൻ്റെ വീട്ടുപേര് മംഗലശ്ശേരി എന്നാണ് വീട്ടുപേര്. ഞാൻ മംഗലശ്ശേരി 900 പാടശേഖരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സുഭാഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ചെറുപ്പം തൊട്ടേ തന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതല്ലേ? അച്ഛൻ്റെ മൂലമുള്ള പാരമ്പര്യമായിട്ട് മുന്നോട്ട് പോകുന്ന കൃഷിയാണ്. നമ്മൾ ആ കൃഷി ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. നമുക്ക് ഇവിടെ എന്തായാലും എത്ര സ്ഥലം ഉണ്ട്? ഇവിടെ 7 ഏക്കർ മുകളിലുണ്ട്. ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത് 90 ഏക്കറാണ് ഈ പാടശേഖരം. മംഗലശ്ശേരി 900 പാടശേഖരമാണ് ഇതിന് പേര് പറയുന്നത്. ആർപ്പക്കരയിലുള്ള മംഗലശ്ശേരി 900 പാടശേഖരം എന്നാണ് ഇതിന് പേര് പറയുന്നത്. ഇത് വിതച്ച് നമ്മൾ എത്ര നാളും കൊണ്ട് നമ്മൾ കൊയ്തെടുക്കുന്നത്? 140 ദിവസമാണ് ഇതിന്റെ ശരിയായ വിളവ്. വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്ക് ഇതിന്റെ വിളവ് ഇറക്കുന്നുണ്ട്? ഇവിടെ 2 പ്രാവശ്യമായിട്ട് കൃഷി ഇറക്കുന്നുണ്ട്. വിരിപ്പ് കൃഷിയും വേനൽ കൃഷിയായിട്ട് 2 കൃഷി ചെയ്യാറുണ്ട്. വിരിപ്പ് കൃഷി എന്ന് പറഞ്ഞാൽ വർഷകൃഷി, മഴ പെയ്യും ആദ്യത്തെ കൃഷിയാണ് വിരിപ്പ് കൃഷി. രണ്ടാമത്താണ് വേനൽ കൃഷി. വർഷകൃഷിയാണ് കൃഷി കൂടുതൽ വിളവ് കൂടുതൽ കിട്ടുന്നത്. ഈ 2 കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നെല്ലിന്റെ ഇനം ഒന്ന് തന്നെയാണോ? രണ്ടും രണ്ടാ. ഇപ്പം നമ്മൾ ഈ വർഷകൃഷി വിതയ്ക്കുന്ന ഉമ്മയെന്ന് പറയുന്നത് D1 ആണ് വിത്താണ് വിതയ്ക്കുന്നത്. 140 ദിവസം പാവമായ വിത്താണ് വിതയ്ക്കുന്നത്. മറ്റേത് നമുക്കൊരു 100 ദിവസം പാവമായ വിത്താണ് വിതയ്ക്കുന്നത്, ഇളവിത്തെന്ന് പറയും. ഇതിപ്പോ എത്ര ദിവസം വേണം? അപ്പം 140 ദിവസം. 140 ദിവസം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് പോയതിന് എന്നാ സംഭവിക്കാതെ? ഇത് നെല്ല് പൊഴിയും കൂടുതലായിട്ട്. അപ്പൊ നമുക്ക് നമുക്ക് വിളവ് കുറഞ്ഞു കിട്ടും. എല്ലാം മണ്ണിലോട്ട് തന്നെ പോകും. മണ്ണിലോട്ട് പോകും. അതുകൊണ്ടാണ് 140, 145 ദിവസമൊക്കെ ആകുമ്പോൾ 135 മുതൽ കൊയ്യാറാവും. പിന്നെ ഇതിനനുസരിച്ച് വിളവനുസരിച്ചും കൃഷിയുടെ നല്ല നെൽപ്പനുസരിച്ചാണ്. കേടൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കയറി വിളയും. മണ്ണ് ഒരുക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് പറഞ്ഞു തരാമോ? അത് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം താറാവാർക്ക് തീറ്റ കൊടുക്കാനായിട്ട്
ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് 1 മാസത്തോളം വെള്ളം കയറ്റിയിട്ട് പിന്നെ മോട്ടർ അടിച്ച് വെള്ളം അങ്ങ് പറ്റിക്കും. വെള്ളം പറ്റിച്ച് പിന്നെ ഒഴുകും. ട്രാക്ടറോ ടെല്ലറോ എന്തെങ്കിലും മിഷൻ കൊണ്ട് ഉഴുത് ഇടും. പിന്നെ ആൾക്കാർ വരമ്പെല്ലാം റെഡിയാക്കി കച്ചാല വെള്ളം പറ്റാനുള്ള ചാലിലേക്ക് വെള്ളം പറ്റിച്ചാനുള്ള പരിപാടി നടത്തും. കച്ചാല കുത്തുക എന്നൊക്കെ പറയും. ഇതിപ്പോ ഏത് ഇനം നെല്ല് വിത്താണ് നമ്മൾ ഇപ്രാവശ്യം വിതയ്ക്കുന്നത്? ഇതിപ്പോൾ ഉമ വിത്താണ്. ഇവിടെയൊക്കെ D1 എന്ന് പറയും. അതിന്റെ ഒരു മെച്ചം എന്നാ വരുന്നത്? അതിന്റെ മെച്ചം നല്ല നെല്ലാണ്, തൂക്കം കൂടുതൽ കിട്ടും. നെല്ല് വിതയ്ക്കുന്ന ഒരു പ്രത്യേക ദിവസമോ അങ്ങനെ മാസമോ അങ്ങനെ വല്ല നോട്ടം വല്ലതും ഉണ്ടോ നമുക്കത്? നമ്മൾ വലിയ മഴയൊന്നും വരാതെ വിളവെടുക്കത്തക്ക രീതി ചില മാസങ്ങളും ഇതൊക്കെ നോക്കും. കറുത്ത പക്കമാണ് സാറിന് വിതയ്ക്കാൻ എടുക്കുന്നത്. അങ്ങനെ വെച്ചോളം മെച്ചം വല്ലതും അങ്ങനെ വിതയ്ക്കുമ്പോഴത്തേന് കേടുകൾ കുറവാകും. അതുകൊണ്ട് പക്കം നോക്കിയാൽ വിതയ്ക്കും. അപ്പോൾ നിങ്ങൾ ലൈനായിട്ട് നിരനിരയായിട്ട് നേരെ 5 വരെ നിന്നുകൊണ്ട് വിതയ്ക്കും. വിത ഉണങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പാകപ്പുഴ ഉണ്ടെങ്കിൽ ഉള്ളുവിത്ത് എറിയാറുണ്ട്. ഉള്ളുവിത്ത് വിത കുറേയുള്ള ഭാഗത്തോട്ട്. അത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോൾ കളനാശിനി അടിക്കും. അതൊരു 24 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 48 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കയറ്റി ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ചീഞ്ഞു പോകും. ഈ മരുന്നടിക്കുമ്പോൾ വെള്ളം കയറി കഴിയുമ്പോൾ ഒരു 5-6 ദിവസം കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും വളമിടും. നെല്ലിന് ആരോഗ്യം കൊടുക്കാനായിട്ട് വളമിടും. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ കേടോ എന്തെങ്കിലും ഉണ്ട്, പുഴുക്കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല ആവശ്യം വന്നാൽ മരുന്നടിക്കും. പിന്നെ അത് കഴിഞ്ഞൊരു 25 ദിവസം കഴിയുമ്പോൾ 2ാം വളം എന്ന് പറഞ്ഞിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം വീണ്ടും എന്തെങ്കിലും കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അനുസരിച്ച് വെള്ളം കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മൂന്നാം വളം ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും യൂറിയ എന്തെങ്കിലും ചെറിയ പോലുള്ള വളം ഇട്ട് കൊടുക്കും. ചാഴിക്കുണ്ടെങ്കിൽ ചാഴിക്കുള്ള മരുന്ന് അടിച്ചു കൊടുത്താണ് മുന്നോട്ട് കയറി പോകുന്നത്. പക്ഷേ 2 പ്രാവശ്യമാണ് മെയിൻ വളം ഇടുന്നത്. 3 പ്രാവശ്യം നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് നെല്ലിൻ്റെ ആരോഗ്യം കുറവോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വളം പൂശിയിടും. ഒരു 110 ഒക്കെ ആകുമ്പം കാ വഴങ്ങാൻ തുടങ്ങും. ഒരു 130-140 ദിവസം ആകുമ്പോൾ നെല്ല് കൊയ്യാറും. ഈ 90 ഏക്കർ മാക്സിമം വന്ന ഒരു 3-4 ദിവസം കൊണ്ട് 2 മെഷീൻ കൊണ്ട് കൊയ്ത് തീർത്ത് നമ്മൾ ഈ കണ്ടത്തിൽ നിന്ന് കരക്ക് കയറ്റി ഗവൺമെൻറ് വഴി നെല്ല് കൊടുത്ത് ചിലപ്പോഴാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് പൈസ കിട്ടും. ചിലപ്പോഴാണെങ്കിൽ 4 മാസം വരെ, സർക്കാരിൽ പൈസ ഇല്ലെങ്കിൽ 4 മാസം വരെ താമസം വരാറുണ്ട്. ഇവിടെ കൂടുതൽ ഇപ്പം 2ാമത് പുതിയതായിട്ട് ഇപ്പോൾ ഡ്രോണയിലൊക്കെ ആയി കൃഷി. മറ്റുള്ള നെല്ല് വിതയ്ക്കുന്നതും ഇടുന്നതെല്ലാം ഡ്രോണയിലാറായി. അപ്പോൾ അന്നേരം ഒത്തിരി പണിക്കാർ ചിലവ് കുറവാണ്. പണിക്കാരുടെ ആവശ്യമില്ല. സാധനം നമ്മൾ ഒരാൾ മാത്രം മതി. ഈ ഡ്രോണിന് കൂട്ടിക്കൊടുക്കുന്ന ഒരാൾ മാത്രമേ ഡ്രോൺ അടിച്ച് തിരിച്ചു കയറി വിതയ്ക്കുന്നത്. ഇപ്പോൾ ഡ്രോൺ ചെയ്യുന്നത് കഴിഞ്ഞ ഡ്രോണെ വരച്ച് മരുന്നടിച്ച് എല്ലാം ഡ്രോണല്ലേ. ഡ്രോണ് പിന്നെ പണിക്കാർ തന്നെ ചെയ്യുന്നത്. ഈ ഡ്രോണെ ചെയ്യുന്നതിന് മരുന്നൊക്കെ അടിക്കുന്നതിനുണ്ടെങ്കിൽ മഴ പെയ്യോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്യും. ഈ പണിക്കാർ 2 മണിക്കൂർ കഴിയേണ്ടത് 10 മിനിറ്റ് കൊണ്ട് ഡ്രോൺ അടിച്ച് തരും. അപ്പോൾ നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ലതാണ് ഡ്രോൺ അടിക്കുന്നത്. എന്ന് വെച്ചാൽ മരുന്ന് കൃത്യമായിട്ട് ചെല്ലുന്നു, മഴ പെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മരുന്നടിച്ച് കയറുമ്പോൾ മഴ പെയ്യും, നമ്മുടെ പൈസയും പോവും, മറ്റു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഡ്രോണിന് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഡ്രോൺ അടിക്കുവാണെങ്കിൽ 600 രൂപയ്ക്ക് അടിക്കും. ഇവരാണ് 800 രൂപയ്ക്ക് 1 ഏക്കർ അടിക്കുന്നതിന്. ഇവിടെ കൂടുതലും കണ്ടെത്തി പണിയുന്നത് ഏക്കർ കണക്കിനാണ്. കൃഷിക്ക് വേണ്ടി ഒരുക്കാൻ ഇറങ്ങുന്ന ട്രാക്ടർ ആണെങ്കിലും ഏക്കറിനാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ദിവസത്തെ പണിക്കൂലി അല്ല. അത് കണ്ടെത്തി മറ്റു പണികൾ ചെയ്യുന്നത് മാത്രം. വരമ്പ് വാരം കൃഷി ഒരുക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ പണിക്കൂലിയാണ് 1200 രൂപ പണി. ഈ വിത വരുമ്പോൾ ഏക്കറിനാണ് അവർക്ക് ഒരു 2500 രൂപ 3000 രൂപയോളം ചെലവ് വരും. മൊത്തം പാണം 2 പേരുമാണ് ഈ 1 ഏക്കർ വരമ്പ് വാരി മറ്റു കാര്യങ്ങൾ കച്ചാല് കുത്തി വയ്ക്കാനായിട്ട് മറ്റു കാര്യങ്ങൾ. കൃഷി ഒരുക്കുമ്പോൾ 2500 രൂപ ചെലവ് വരും. ചേട്ടാ, പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ നിന്ന് കൊയ്യുമായിരുന്നു, കത്തി ഉപയോഗിച്ച് കൊയ്യുമായിരുന്നു. ഇപ്പോഴെങ്ങനെ എൻ്റെ സംവിധാനം? ഇപ്പോൾ പെണ്ണുങ്ങളെ കിട്ടാനില്ലല്ലോ. ഒരു മനുഷ്യൻ പോലും കൊയ്യാനായിട്ട്, ഒരു കറ്റ കൊയ്യാനായിട്ട് ഒരു പെണ്ണുങ്ങളെ പോലും കിട്ടുന്നില്ല. കഴിഞ്ഞിപ്പം മെഷീനാണ് ഇറങ്ങുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളവർ കുറവാണ് മെഷീൻ. ഇപ്പോൾ കാഞ്ഞിരത്തിൽ ഒരാൾക്കൊരു 10 മെഷീൻ ഉണ്ട്. നമ്മുടെ ഈ ആർപ്പക്കര തന്നെ ഒരാൾക്കൊരു ജെയിംസ് മുള്ളിക്ക് 3-4 മെഷീൻ ഉണ്ട്. പിന്നെ ബാക്കി മെഷീൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ കൊയ്യും. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പം 140 ദിവസം ആകുമ്പോൾ നെല്ല് ഇത് കൊയ്യാൻ റെഡി പാകമാവും. അന്നേരം കൃത്യസമയത്ത് കൊയ്യാൻ മെഷീൻ ഇവിടെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടോ സംഗതി അവിടുന്ന് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അതും മണിക്കൂറിനല്ലേ കൊണ്ടുവരുന്നത്. ആൾക്കാർ കൊണ്ട് ഇറക്കാറുണ്ട്. എന്നാലും ഒരു 130 ആകുമ്പോൾ തുടങ്ങിയാലേ ഉള്ളൂ 140 ഇറക്കാൻ പറ്റുള്ളൂ. അവരോട് നേരത്തെ പറയാം. അവർ വേറെ ഓരോ പാടത്ത് കൃഷി ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ കയറി പോരാൻ മേല വരുമ്പോൾ 2-3 ദിവസങ്ങൾ മാറി വരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നേരത്തെ തന്നെ ഈ പാടശേഖരം തീരുമാനിച്ച് ഇന്ന ദിവസം മെഷീൻ ഇറങ്ങണമെന്ന് നമ്മൾ നേരത്തെ. പാടശേഖരം എന്ന് പറഞ്ഞാൽ അത് എത്ര പേരുടെ കൂടുന്ന ഒരു 10-40 പേരെങ്കിലും ചിലപ്പോൾ കാണും. ഈ ഓരോരുത്തരുടെ ഏക്കർ കണക്കിനാണ് ഒരു പാടശേഖര കമ്മിറ്റി എന്ന് വരുന്നത്. എത്ര പേര്? ചിലപ്പോൾ ഒരു 50 പേര് കാണും,
കാണും, ചിലപ്പോൾ ഒരു 100 പേര് കാണും. ഓരോ പാടത്തിന്റെ ഏക്കർ കണക്കിന് 1/2 ഏക്കറുകളുണ്ട്, 1 ഏക്കറുകളുണ്ട്, 2 ഏക്കറുകളുണ്ട്, 5 ഏക്കറുകളുണ്ട്, 10 ഏക്കറുകളുണ്ട്. അങ്ങനെ പല ആൾക്കാരായിട്ട് കിടക്കുന്നത്. അവരെല്ലാം ഒന്നിച്ച് കൂടി പാടശേഖരം ഒരുമിച്ച് കിടക്കുന്നുണ്ട്, ഒരുമിച്ച് ഇറക്കുന്നത്. ഒരുമിച്ച് ഇറക്കുന്നത്. ഒന്നിച്ച് ഒരു 3-4 ദിവസം കൊണ്ട് ഈ 90 ഏക്കറുള്ളതുകൊണ്ട് ഒന്നിച്ചിട്ട് 3-4 ദിവസം കൊണ്ട് കൊയ്ത് കരക്കി കയറ്റി എൽ ഓഫീസർ തന്നെ അന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും മില്ലുകാർക്ക് അലോട്ട് ചെയ്യും. മില്ലുകാർ വന്ന് നോക്കി വെച്ചും അവർ പറയാ നമ്മളുമായിട്ട് പാടശേഖരമായിട്ട് ധാരണയായി കഴിഞ്ഞാൽ മില്ലുകാർ റെഡിയാണ് അന്ന് തന്നെ കയറ്റിക്കൊണ്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ കൊയ്ത് അന്നേരം തന്നെ കൊണ്ടുപോയിട്ടുള്ള സമയങ്ങളുണ്ട്. ഇത് പിന്നെ കിടന്നു പോകുമ്പോഴാണ് നമുക്ക് സാമ്പത്തികം ഇത് ആവിക്കും. നെല്ല് കൂടുതൽ ദിവസം കിടന്ന് ആവിച്ച് കഴിയുമ്പോൾ മറ്റു കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. 140 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നെല്ല് എന്നാ പിന്നെ സംഭവിക്കും? 140 ദിവസം ഈ ഉമയെന്നൊക്കെ പറഞ്ഞാൽ D1 എന്ന് പറയുന്ന നെല്ല് അങ്ങനെ പെട്ടെന്ന് പോയില്ല. നല്ല തണ്ടിന് പിടുത്തമുള്ള. പക്ഷെ അതൊരു 145 ഇത് നെല്ല് ഓരോ ദിവസം വിളവ് കൂടുന്ന കഴിയുമ്പോൾ നമ്മൾ മെഷീൻ കൊണ്ട് കൊയ്യുമ്പോൾ അടർന്നു പോകും. നമുക്ക് വിളവ് കുറഞ്ഞു കിട്ടും. 135-140 ഇടയ്ക്ക് കൊയ്യുവാണെങ്കിൽ നമുക്ക് നല്ല വിളവും കിട്ടും, നല്ല പച്ച തണ്ടായിരിക്കും. നമുക്ക് കൂടുതൽ ദിവസം തോറും ഇരിക്കുന്നതോറും വിളവ് കൂടി കഴിയുമ്പോൾ നെല്ല് കിട്ടാൻ പറ്റും, മെഷീനെ കൊയ്ത് കയറി എടുക്കാൻ പറ്റും. അപ്പൊ കണ്ടെത്തി കൂടുതൽ അതിനാണ് ഈ മിക്ക താറാവിനെയൊക്കെ ഇറക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ താറാവാർക്ക് അവർക്കും ഒരു കർഷകർക്ക് നെല്ല് കൊയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താറാവുകാരെ ഇറക്കും. മുഴുവൻ സാധനങ്ങളെല്ലാം ഈ നെല്ലും മറ്റുള്ള അരിയും എല്ലാം അത് താറാവ് കൊണ്ടുപോകും, അവര് കഴിക്കും. ഈ നെല്ലല്ലാതെ വേറെ എന്തെങ്കിലും കൃഷി നമ്മൾ എന്തെങ്കിലും ഈ കണ്ടത്ത് നമ്മൾ ചെയ്യാം? പയർ കൃഷി, ചിലപ്പോൾ രണ്ടാമത്തെ പയർ കൃഷി ചെയ്യാം. അങ്ങനെ പല കൃഷികളും ചെയ്യാം. അങ്ങനെയുള്ള ഓരോരോ കൃഷികൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കാം. അതായത് നമുക്കൊരു വർഷം ചേട്ടന് ഒരു ഏക്കറിൽ നിന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഒരു നല്ല വിളവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരുമാനം നമുക്ക് കിട്ടുമായിരിക്കും? എല്ലാം കൂടെ ഒരു ഏക്കറിൽ നിന്ന് നെല്ലും നമ്മുടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു 15 ക്വിന്റലിന് മുകളിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. 25-30 ക്വിന്റൽ വരെ കിട്ടുന്നവരുണ്ട്. 15 കിട്ടുന്ന സാമ്പത്തികം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരട്ടി ഈ 30 ക്വിന്റൽ കിട്ടിയാൽ നമുക്ക് ഇരട്ടി ലാഭമല്ലേ? 50,000 രൂപയ്ക്ക് മുകളിൽ ലാഭം കിട്ടും. ഒരേക്കറിന് എത്ര ക്വിന്റലാണ് കിട്ടുന്നത്? നമുക്ക് മിനിമം ഒരു 15 ക്വിന്റൽ കിട്ടിയാലേ ഉള്ളൂ മുതലാവുള്ളൂ. നമുക്ക് നമ്മുടെ മുടക്കിയ കാശ് കിട്ടും. അതിന് മുകളിലോട്ട് എന്തോരം കിട്ടുന്നവരും നമുക്ക് അതിന്റെ ലാഭവും മറ്റു കാര്യങ്ങളിലേക്ക് വരും. വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് കൃഷി ഇറക്കാൻ പറ്റും. അതിനകത്ത് വർഷകൃഷിയാണ് നെല്ല് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കൃഷി മേൽകൃഷി അത്രയും പോരാ. പച്ചക്കറി കിട്ടുന്ന ലാഭം എന്തായിരിക്കും? അത് അങ്ങനെ അത് കുറച്ചല്ലേ കിട്ടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇടുന്നത് നെല്ലിന്റെ അത്ര കിട്ടത്തില്ല. അതൊരു വളവുവാ ഈ പയറൊക്കെ ഇടുന്നത്. അത് കിടന്ന് കണ്ടെത്തി കിടക്കുമ്പോ അത് വളാവും. പിന്നെ അത് വളമായിട്ട് വളമായിട്ട് നെല്ലിന്. ചേട്ടാ, നമ്മൾ ഇതിന്റെ വളപ്രയോഗം ഇപ്പൊ ജൈവവളമാണോ രാസവളമാണോ ഏത് നമ്മൾ വളം ചെയ്യുന്നത്? ഇതിവിടെ രാസവളം കൂടുതലുള്ളൂ, ജൈവവളം കുറവാ. ചാണാനൊക്കെ പണ്ട് ഇടാറുണ്ടായിരുന്നു. ചാണാനും മറ്റു ആട്ടും കാട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ഇടാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ രാസവളം തന്നെ. ഇപ്പൊ ആദ്യം ഇടുന്നത് ഫാക്ടംബോസ് എന്ന് പറഞ്ഞ യൂറിയയും ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ മരുന്ന് രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ല ഒരു 30 ദിവസം കഴിയുമ്പോൾ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ വളയിടും. അത് ഇതുപോലെ തന്നെ ഫാക്ടംബോസ് യൂറിയയും പൊട്ടാഷും. പിന്നെ 15 എന്നുള്ളതുകൊണ്ട് 20 എന്നുള്ള 3-4 ഐറ്റം വളങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കർഷകർക്ക് താല്പര്യമുള്ള വളം ഇടും. ഇതിനെ പറ്റി പറഞ്ഞു തരാനൊക്കെ ഗവൺമെന്റ് വളം ചെയ്യണം അങ്ങനെയൊക്കെ വരും. താലൂക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് അവർ വരും. പിന്നെ കമ്പനിക്കാർ, വളത്തിന്റെ കമ്പനിക്കാരും മരുന്നിന്റെ കമ്പനിക്കാരെല്ലാം നമ്മളെ വന്ന് സമീപിക്കും. നമ്മളിവിടെ നെല്ല് വിതക്കണ്ടില്ലേ? ആ വിതയ്ക്കുമ്പോഴേ തന്നെ നമുക്ക് പ്രാവ് ഇറങ്ങുമല്ലോ. നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ നമ്മൾ നെല്ല് പ്രാവ് വിളവുന്നുണ്ടോ. രണ്ടാമത് വെച്ചാൽ അത്ര ഒന്നും ഇണങ്ങിയല്ല. ആദ്യത്തെ ഒരു ഇത് വരികയില്ല. പിന്നെ അതുപോലെ തിന്ന് തീർക്കും. പിന്നെ 10,000-5000 പ്രാവല്ലേ ഒരു കണത്തിലുള്ള പ്രാവിലുണ്ട്. അതിനെ പടക്കം വെച്ച് ഓടിക്കും. ആൾക്കാർ നിന്ന് ചെണ്ട കൊട്ടി നമ്മുടെ കന്നാസ് കൊട്ടി ഓടിക്കും. നല്ല രീതിയിൽ എല്ലാവരും ഓരോ മൂല അവനവന്റെ അരിയെ ആൾക്കാരെ നിർത്തി ഓടിക്കും. ഒരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അവന്റെ ശല്യമില്ല. ചേട്ടാ, നമ്മള് കേരളത്തിലെ പ്രധാന ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മള് അരിയാണല്ലോ, പിന്നെ തീർച്ചയായിട്ടും ചോറാണ്. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ കർഷകന് ശരിക്കും ഇത്ര ഒരു വരുമാനം കിട്ടിയാൽ മതിയോ? തീർച്ചയായിട്ടും പോരാ. ഇതൊരു നമുക്കൊരു മനതൃപ്തി അല്ലെ. നമ്മൾ കൃഷിക്കാരന് ഏറ്റവും നല്ല വിളവ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അവന്റെ മനസ്സിന് ഏറ്റവും വലിയ ആനന്ദം. ഇത് നല്ല വിളവാണെങ്കിൽ അവന് ഏറ്റവും സംതൃപ്തിയാണ്. വിളവ് പോകുമ്പോൾ അവന്റെ സാമ്പത്തികവും പോകും, മനസ്സും എല്ലാം പോവില്ലേ. നമ്മളിപ്പോൾ ഏത് ഫീൽഡിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും കേരളത്തിൽ ജീവിച്ച ഒരാള് അവൻ പ്രധാനമായിട്ട് അവൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മിക്കവാറും അരിയാഹാരമായിരിക്കും. നെല്ലിന്റെ ഇതുകൊണ്ട് അരിയല്ലേ ഏറ്റവും കൂടുതൽ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരിയല്ലേ ആഹാരം കഴിക്കുന്നത്. അതെ. അപ്പൊ 3 നേരവും ആഹാരം കഴിക്കുന്നവർ അരി കഴിക്കുന്നവരുണ്ട്. ഈ കർഷകർ കൂടുതൽ ഇത് തന്നെയല്ലേ കഴിക്കുന്നത്. രാവിലെ കഞ്ഞി, വൈകുന്നേരം ചോറ്, വൈകുന്നേരം വീണ്ടും കഞ്ഞി കുടിക്കും. പിന്നെ പിറ്റേ ദിവസം പഴഞ്ചോറായിട്ട് കഴിക്കുന്നവരുണ്ട്. അതെ, ചോറ് കഴിക്കുന്നവരുണ്ട്. അതെ. ചേട്ടാ, ഇതിപ്പം വിതച്ചിട്ട് എത്ര നാളായ ഒരു കണ്ടമായത്? 10 ദിവസത്തിന് മുകളിലോട്ടായി. 15, 16, 17 ദിവസം വരെ ആയെന്നല്ല ഇപ്പം. ചേട്ടാ, നമ്മള് ഇതിപ്പം ഈ കേരളത്തില് കൃഷിക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി
അനുഭവിക്കുന്ന ഒരു ആൾക്കാരാണല്ലോ ഈ നെൽകർഷകർ. അവർക്ക് സാമ്പത്തികപരമായിട്ടും ഒത്തിരി പേർക്ക് സാമ്പത്തികം കിട്ടാതെ പോകുന്നു. അപ്പൊ അതിനൊരു കാരണം എന്തായിരിക്കും അത്? ഈ കുടുംബത്തിന്റെ കൃഷി ഇണങ്ങി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ കൃഷി കൊണ്ട് വിജയം ഉണ്ടാവുള്ളൂ. ഒരു കൃഷി ഇപ്പൊ ഈ വർഷകൃഷി ചെയ്യുന്നു, നല്ലൊരു വെള്ളം വന്നാൽ ബണ്ട് പൊട്ടി കൃഷി മൊത്തം പോവുകയാണ്. അപ്പൊ നമുക്ക് അതിനൊരു നഷ്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ചേട്ടാ, അപ്പം ഈ കർഷകർക്ക് സാമ്പത്തികപരമായിട്ടൊരു ഉന്നമനം നെൽകർഷകർക്ക് കിട്ടുന്നില്ല. ഒന്നും ഒരിക്കലും സർക്കാരിൽ നിന്നൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. എല്ലാം കൂടെ എന്ത് ചെലവ് വരും നമുക്കത്? ഒരു കൃഷി എടുക്കണമെങ്കിൽ ഒരു 35,000 രൂപ 40,000 രൂപ ചെലവ് വരും. ഈ 7 ഏക്കറും കൂടെ? 7 ഏക്കറല്ല, 1 ഏക്കർ. അപ്പൊ അതിന്റെ നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വിളവ് പോലെ ഇരിക്കും റിട്ടേൺ കിട്ടുന്നത്. നമുക്കൊരു മിനിമം ഒരു 15-17 കിൻഡൽ കിട്ടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കൂടുതൽ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ലാഭത്തിലോട്ട് പോകും. ഒരു കിൻഡൽ നെല്ല് വിറ്റാൽ 3,000 രൂപ സർക്കാർ തരുന്നുണ്ട്. നമുക്ക് 20 കിൻഡലുണ്ട് 60,000 രൂപ കിട്ടും. അപ്പൊ നമുക്ക് 20,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഏക്കറിന് കിട്ടും 20 കിൻഡൽ ഉണ്ടെങ്കിൽ. ഓരോ കിൻഡൽ ഇപ്പൊ 15 കിൻഡലാണെങ്കിൽ നമ്മുടെ ലാഭം കുറയും. 40,000 രൂപ കിട്ടുള്ളൂ. അതെ, നമുക്ക് ചുരുക്കി പറഞ്ഞാൽ 1 ഏക്കർ നമുക്ക് നെല്ല് വിതച്ച് അത് കൊയ്യാറാകുമ്പോൾ ഏകദേശം എന്നാ ചെലവ് വരും? 40 രൂപ 45 രൂപ ചെലവ് വരും. അത് നല്ലൊരു വരുമാനം. നമുക്ക് എത്ര വരുമാനം? ഈ കൃഷി എന്ന് പറഞ്ഞാൽ പല രീതി നമ്മൾ ആദ്യം മുതൽ കുറേശ്ശെ മുടക്കി ഈ 140 ദിവസം കൊണ്ട് പല രീതി കിട്ടുന്നു. ഇത് ഒന്നിച്ച് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ കൃഷി കൊണ്ട് ഏറ്റവും വലിയ നമുക്ക് പ്രയോജനമായിട്ട് കാണുന്നത്, മെച്ചം കാണുന്നത്. ഇതിപ്പം നമുക്ക് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ആൾക്കാർക്ക് കൃത്യസമയത്ത് നെല്ല് ചില നമ്മൾ കണ്ടിട്ടുണ്ട്, ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നെല്ല് കൊയ്യാൻ കൃത്യമായ സമയത്ത് ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൊയ്ത നെല്ല് മിഷൻ കിട്ടാഞ്ഞിട്ടാ. മിഷൻ കിട്ടാതെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നെല്ല് കൊണ്ടുപോകാൻ മറ്റേ മില്ലുകാരിട്ട് നമ്മളെ നെല്ലിന് ഇത് കുറച്ച് കിട്ടാൻ വേണ്ടി 5 കിലോ 10 കിലോ കിഴിവ് കുറയ്ക്കാൻ വേണ്ടി ഇവരിട്ട് താമസിപ്പിക്കും. നെല്ലിന് അത് കുഴപ്പമാണ്, നെല്ലിന് പതിര് കൂടുതലാണ്, നെല്ലിന് കേട് കൂടുതലാന്ന് പറഞ്ഞ് ഇവർ നമ്മളെ സർക്കാർ കൊടുക്കുന്ന മില്ലുകാർ എടുക്കാൻ വരും. അങ്ങനെ പ്രതിസന്ധിയായി വന്ന് നെല്ല് കിടക്കാൻ വരുമ്പോൾ പിന്നെ മഴ വന്ന് കിളുത്ത് മൊത്തം പ്രതിസന്ധിയിലോട്ട് വരുള്ളൂ. ഓഹോ, അതായത് കിഴിവ് വരുവാന്ന് എത്ര കിലോയ്ക്ക് ഈ 5 കിലോ കിഴിവ് എന്ന് പറയുന്നത്? ഒരു കിൻഡലിന് 5 കിലോ കിഴിവ് കുറയുക. അപ്പൊ അവര് പകുതി സർക്കാർ പറയുന്നത് ചാക്കുവൊക്കെ ഉൾപ്പെടെ ഒരു 2 കിൻഡലിക്കുള്ളിൽ കുറയാൻ പറയുന്നില്ല. ഇത് ഇവര് 8-10 കിൻഡലാണ് ഇവർ കുറയ്ക്കുന്നത്. വേലായിലാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത്. വേലായിലാണ് നമ്മള് 140 ദിവസം ആകുമ്പോൾ കൊയ്യാറായെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പൊ ഒരു എല്ലാ ഫീസർ നമുക്ക് അനുവദിക്കുന്ന മില്ലുകാർക്ക് നമ്മൾ അനുവദിക്കുമല്ലേ. അപ്പൊ ആ മില്ലുകാർ വരാൻ താമസം നമുക്കത് വലിയ പ്രശ്നമാണ്. മഴയോ മറ്റും കാലത്തിന്റെ പ്രദേശത്ത് വരുമ്പോൾ ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വെയിലും മറ്റു കാര്യങ്ങളില്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നെല്ല് കയറി പോകാൻ നേരം. ഈ പണ്ടത്തെ പോലെ ഇപ്പൊ മില്ലുകാർ ഭയങ്കരമായിട്ട് എണ്ണം കുറഞ്ഞൊരു പരാതി പറയുന്നുണ്ടല്ലോ. അത് എണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർക്ക് മില്ലുകാർക്ക് 1 കിൻഡലിൽ 60 കിലോ അവർക്ക് കൊടുക്കണം, സർക്കാർ കൊടുക്കുന്ന 60-65 കിലോ കൊടുക്കണമെന്ന്. അത് മുതലാവുന്നില്ലെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് അവർ കൂടുതൽ നെല്ല് ചോദിക്കുന്നത്. ഇപ്പൊ എന്നാ വില വെച്ചാ കൊടുക്കുന്നത്? ഇപ്പൊ നിലവിൽ 3,000 രൂപ വെച്ച് വരുന്നുണ്ട്. നമുക്ക് സർക്കാർ തരുമല്ലേ തരുക. അവർക്ക് എത്ര വെച്ചാ? അപ്പം സർക്കാർ അവർക്ക് കൊടുക്കുന്നത് 40 കിലോ, 1 കിലോയ്ക്ക് 60 കിലോ നെല്ല് കൊടുക്കൂല്ലേ. മില്ലുകാർ ഗവൺമെന്റിലേക്ക് കൊടുക്കും, സബ്സിഡി ആയിട്ട് തരുമല്ലേ. ഇതിപ്പോ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർ പുറകോട്ട് പോകുന്നുണ്ട്. അത് പണ്ട് തൊട്ടുള്ളവർ പിന്നെയും തുടർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിലവിൽ? ഇവിടെ കൃഷി ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ കൃഷിയല്ല വേറെ ഒരു വരുമാനം ഇല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് കൃഷിയെ കൊണ്ട് മുന്നോട്ട് പോകുമല്ലേ. ഇവിടെയുള്ള നാട്ടുകാർ ജനം മുഴുവൻ കൃഷി ഉണ്ടല്ലോ ഇവിടെ ജീവിച്ചു പോകും. അതുകൊണ്ടാണ് കൃഷി നഷ്ടമാണേലും അടുത്ത വർഷം കിട്ടും, അല്ല അടുത്ത കൃഷിക്ക് നെല്ല് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും വർഷങ്ങളിൽ ഇങ്ങനെ നെല്ല് കൂട്ടിയിട്ട് നശിച്ചു പോയൊരു അനുഭവം എല്ലാം നമുക്കുണ്ടോ? എപ്പോഴും ഇല്ല. മിക്കവാറും മഴ പെയ്യുവാണെങ്കിൽ താമസിച്ചല്ലേ ഇവർ നെല്ല് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ കുറച്ച് കിളുത്ത് പോകും, കയറ്റിക്കൊണ്ട് പോകുമ്പോൾ കിളുത്ത് പോകുന്നത് മറ്റേ അങ്ങനെ നഷ്ടങ്ങളുണ്ടാകും. പിന്നെ പ്രകൃതിയുടെ ഇതുപോലെ ഇരിക്കും നമ്മുടെ നെല്ലിന്റെ കൃഷിയുടെയും. നല്ല മഴയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൃഷി നെല്ല് നല്ല രീതിയിൽ കയറി വരും. ഈ ഏറ്റവും കൃഷിക്ക് ഏറ്റവും നല്ലത് ഈ മഴയാണ്. മറ്റു ചെളികളും മറ്റുള്ള വല്ല ദുഷ്ടകളും എല്ലാം കണ്ടെത്തി നിന്ന് മാറി കിട്ടും. ഇതിപ്പോ നമുക്ക് പണ്ടത്തെ പോലെ തന്നെ പണിക്കാരെ കിട്ടാനുള്ള സൗകര്യങ്ങൾ അതെങ്ങനെയുണ്ട്? ഇത് ഇപ്പൊ പണിക്കാർ തീരെ ഇല്ലല്ലോ, ആരും ഇല്ല പണിക്ക്. ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ പണിയുന്നതിന് 700 രൂപ കൂലിയുള്ളൂ, ആണുങ്ങൾ 1,200 രൂപ കൂലിയാണ്. അതുകൊണ്ടാണ് ഇത് ചെലവ് കൂടിയത്. പണ്ട് എല്ലാവർക്കും പണിയില്ലാത്തവരെ ഇപ്പൊ പെണ്ണുങ്ങൾ ആരെങ്കിലും കണ്ടത്തിൽ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ആണുങ്ങളാണെങ്കിലും എന്തെങ്കിലും ചെറിയ പണിക്ക് ഓരോ ഓഫീസുകളിലും ജോലിക്ക് പോയി കിട്ടും. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ ടോക്കൺ വെച്ചായിരുന്നു പണിക്ക് ആളെ ഇറക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ ആളുണ്ടായിരുന്നു. ഒന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും അവനവന്റെ മകൾ, ഒരു വീട്ടിൽ ആള് കുറവല്ലേ, 2 പേർക്കുള്ളില്ല. അപ്പൊ ആൾക്കാർ അവനവന്റെ മക്കളെ കണ്ടെത്തി വലുത് വിടാനും താല്പര്യപ്പെടുന്നുമില്ല. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഇപ്പൊ മറ്റേ മിഷനറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. ഡ്രോണും കൊയ്ത്ത് മെഷീനും എല്ലാം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇതിപ്പം ഇനി വരുന്ന ഒരു ഭാവി എന്തായിരിക്കും നെൽകൃഷി കാണുന്നത്? നമുക്ക് ഒരു കുറച്ചും കൂടെ വരുമാനം കൂടാൻ സാധ്യമല്ല? നെല്ലിന് വില സർക്കാർ ഗവൺമെന്റ് അനുവദിക്കുവാണെങ്കിൽ നെല്ലിന് വില കൂടി കിട്ടുകയല്ലേ. ഒന്നാമത് തന്നെ അരി കുറവല്ലേ നമുക്കിവിടെ ഉത്പാദിപ്പിക്കുന്നത്. സർക്കാർ പ്രോത്സാഹിപ്പിക്കാതിരിക്കുമല്ലോ. ഇതിപ്പോ നമ്മുടെ കൂടുതലും അരി നമ്മൾ പുറത്തെടുക്കുന്നത്. ഗവൺമെന്റ് അതുകൊണ്ടല്ലേ ഇതിനകത്ത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നെൽകൃഷിക്ക് കൂടുതൽ അരി നമ്മുടെ അവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ നോക്കുമല്ലേ. സബ്സിഡി തരുന്നുണ്ട് നെല്ല് സർക്കാർ. അത് നമുക്ക് തികച്ചും അത് മതിയാവുന്നില്ലല്ലേ? മതിയാവുന്നില്ല. ചിലപ്പോൾ കൃഷി ആണെങ്കിൽ കിട്ടിയാൽ എല്ലാം റെഡിയാണ്. ചേട്ടാ, നമുക്ക് ഇത് സാമ്പത്തികം കുറഞ്ഞു പോകുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത് മില്ലുകാർക്ക് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇത് വിൽക്കാൻ പറ്റും. നമുക്കൊരു ബ്രാൻഡ് നെയിം ഇട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് വിൽക്കാൻ പറ്റത്തില്ല.
ഇത് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഗോഡൗൺ വേണം. നമ്മൾ ആ നെല്ലുകാരുമായിട്ട് അത് പിടിച്ചു നീക്കണമെങ്കിൽ അതിനുള്ള മറ്റു കാര്യങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ ഇത് നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഈ നെല്ല് നമ്മൾ ഇരുന്ന് നല്ല ചാക്കിനകത്ത് കെട്ടി വെച്ചാൽ ഇരുന്നോളൂ, എത്ര നാൾ വേണമെങ്കിലും നെല്ല് ഇരുന്നോളൂ. പക്ഷെ അതിനുള്ള സജ്ജീകരണങ്ങൾ നമുക്കില്ല. ഇത് സൂക്ഷിച്ച് വെക്കാനുള്ള സജ്ജീകരണങ്ങളും ഇല്ല. നമുക്കിത് കൊണ്ടുപോയില്ലേ, മഴ നനഞ്ഞോ മറ്റു കാര്യങ്ങൾ പോയാൽ ഇതെല്ലാം പോവില്ലേ, പോവില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അന്നേരം എങ്ങനെയെങ്കിലും ഇത് കൊടുത്താൽ മതി, നമ്മൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഇതിനുപോലെ ഷെഡ് വെച്ച് അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവർക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ അതിനെല്ലാം സർക്കാർ മുന്നോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ കാര്യമുള്ളൂ. ഈ സർക്കാർ ഇവരെ തന്നെ ഇത്തവണ തന്നെ കഴിഞ്ഞ കൃഷി എടുക്കാൻ എന്ത് പാടായിരുന്നു അവരെടുക്കാനായിട്ട്. എത്ര ഇടത്താ കിളുത്ത് പോയി നെല്ല്, പല പാടശേഖരങ്ങളിൽ നെല്ല് കിളുത്ത് കയറിയിട്ട് എടുക്കാൻ മേലാതെ വന്നു, ഒത്തിരി പ്രശ്നങ്ങളല്ലായിരുന്നു. ചേട്ടാ, നമുക്ക് ഇപ്പം 1 കിലോ അരി, നല്ലൊരു അരി കടയിൽ നിന്ന് പോയി മേടിക്കണം, നമുക്ക് 55 രൂപ 60 രൂപ ചെലവാകുന്നു. അതേസമയം ചേട്ടന് ഇപ്പം 1 കിലോ നെല്ല് ഇപ്പം മില്ലുകാർക്ക് ഇവിടുന്ന് കൊടുക്കുക, അപ്പൊ ചേട്ടന് എന്താ വരുമാനം കിട്ടുന്നുണ്ടോ? 1 കിലോ നെല്ല് 30 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. സർക്കാരിനല്ലേ നമ്മൾ നെല്ല് കൊടുക്കുന്നത്, അവരല്ലേ മില്ലുകാർക്ക് കൊടുക്കുന്നത്. നമ്മൾ 55 രൂപ 60 രൂപ എടുത്താണ് നെല്ല് കടയിൽ നിന്ന് മേടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതിന്റെ ഒരു ഇരട്ടി വിലയും കൂടെ കൊടുത്താലാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് പോരായിരുന്നു. പോരാ, സർക്കാരിൽ ഇതെല്ലാം ചെയ്യേണ്ടത്. എൻ്റെ പേര് PP ജനാർദ്ദനൻ. ഞാൻ കാലങ്ങളായിട്ട് ഒരു നെൽകർഷകനും വാഴക്കർഷകനും തെങ്ങ് കർഷകനുമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങൾ കാര്യക്ഷമതയില്ലാത്ത സഹായങ്ങളാണ് അവർ വാഗ്ദാനം ചെയ്തത്. കർഷകർക്ക് വേണ്ടി യാതൊന്നും മാറ്റിവെക്കുകയോ അതിനൊരു ഫണ്ട് കണ്ടെത്തുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പത്രത്തിൽ മാത്രം സിവിൽ സപ്ലൈസ് വഴി നെല്ല് തത്സമയം എടുക്കുകയും അതിൻ്റെ പണം കൃത്യമായി തരാമെന്ന് പറയുന്നതല്ലാതെ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ള പൈസ പോലും കൊടുക്കുവാൻ അവരെ കൊണ്ട് പൂർണ്ണമായി സാധിച്ചിട്ടില്ല. ബില്ലുകാർ ഒരിക്കലും ഓൺ ദ സ്പോട്ടിൽ വന്ന് നെല്ല് കാണുന്നില്ല, ഏജൻറ്റിനെ പറഞ്ഞു വിടുന്നു. ഏജൻറ്റ് കർഷകരെ യൂട്ടിലൈസ് ചെയ്യുന്നു, അവർക്ക് ആവശ്യമില്ലാത്ത കിഴിവുകൾ അവർ ആവശ്യപ്പെടുന്നു. അത് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരോടും കേരള സർക്കാരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അപ്പർ കുട്ടനാട്ടിൽ നെല്ലെടുക്കുന്നതിന് അല്പം അരി കിഴിവ് കൊടുക്കുക. ഒരു 64 കിലോ അരി ഒരു കിൻഡൽ നെല്ലിന് കൊടുക്കുകയാണെങ്കിൽ അപ്പർ കുട്ടനാട്ടിലെ നെല്ല് കൂടുതൽ കിഴിവില്ലാതെ ആ കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് പോകും. എന്നാൽ അപ്പർ കുട്ടനാടൻ പ്രദേശമോ പാലക്കാട് തൃശ്ശൂർ മേഖലകളിൽ നെല്ലെടുക്കുന്നതിന് 68 ആക്കട്ടെ കേന്ദ്ര സർക്കാർ, അത് 68 കിലോ ആക്കുക. ഇവിടെ കരിനിലമായതുകൊണ്ടും ഈ മണ്ണിന് ഫലഭൂയിഷ്ഠ കുറവുള്ളത് കൊണ്ടും നല്ല തൂക്കവും ദൃഢവും ഇവിടുത്തെ നെല്ലിന് കിട്ടുന്നില്ല. അതിനെ മാനദണ്ഡത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് 64 കിലോ അരിയാക്കി കർഷകനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സർക്കാർ സ്വീകരിക്കണം. ശരിക്കും ഗവൺമെന്റ് നമ്മളെ ഈ രീതിക്ക് കണ്ടാൽ മതിയോ? തീർച്ചയായിട്ടും പോരാ. നമ്മളെ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ കേരള സർക്കാരും ഗവൺമെന്റും നല്ല രീതിയിൽ കണ്ടാൽ മാത്രമേ ഉള്ളൂ, ഈ കർഷകരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ നമുക്ക് ഇവിടെ പഞ്ചായത്താണേലും ഈ വിത്തിന്റെ പകുതി സബ്സിഡി തരുന്നുണ്ട്. ഇപ്പൊ 48 രൂപ ഉണ്ടെങ്കിൽ അവർ 20 രൂപ, നമ്മൾ 30 രൂപ ഇറക്കിയാൽ മതി. കൃഷി ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും മറ്റുള്ള അരി വയ്ക്കുന്നത്. ഇവിടെ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഇവിടെ നമ്മൾ നെല്ലുണങ്ങി പുഴുങ്ങി കുത്തിക്കാറ് കൂടുതൽ ആൾക്കാർ. ഇവിടെ നല്ല കേരളത്തിൽ മുഴുവനും ഇത് ആവശ്യമുള്ള സാധനമാണുള്ളത് നെല്ലെന്നുള്ളത്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിനെ ശരിക്കും ഈ രീതി കണ്ടാൽ പോരാ. സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ ഗവൺമെന്റ് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലവർ പാട്ടത്തിനെടുത്താണ് ഇത് കൃഷി ചെയ്യുന്നവരുണ്ട്. ഇതിനോട് കൃഷിയോട് താല്പര്യമുള്ളവർ ഏക്കറിന് 15,000 മുതൽ 20,000 രൂപ വരെ പാട്ടം കൊടുത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്. 40 വർഷത്തോളമായിട്ട് ഉമ എന്ന് പറയുന്ന ഈ വിത്ത് 120 ദിവസം മൂപ്പുള്ളതാണ്. എന്നാൽ ഇതിനെ മറികടക്കുന്ന ഒരു വിത്തുകളും ഇവിടെ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. പൗർണമി എന്ന് പറയുന്നൊരു വിത്ത് വന്നിട്ടുണ്ട്, അതിനും ഉമയോളം വിളവ് കാണിക്കുന്നില്ല. എന്നാൽ ആ നെല്ല് പിടഞ്ഞു വീഴുകയും കർഷകന് ഭീമമായ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നൂതന അധ്യായങ്ങൾ കുറിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകണം. കാലോചിതമായ കാലാവസ്ഥയും മാറ്റം വന്നപ്പോൾ അതനുസരിച്ച് കൃഷി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് കൃഷി എപ്പോൾ ചെയ്യണമെന്നുള്ള പഠനങ്ങൾ കർഷകരെ യഥാവിധി എത്തിക്കുക എന്നുള്ളതാണ് അതിനകത്ത് അത്യന്താപേക്ഷമാണ്. സർക്കാർ യഥാവിധി ഒരു ഗുണം ഞങ്ങൾക്ക് ചെയ്യുന്നില്ല. കീടനാശിനി വളം ഭയങ്കരമായ വിലകളിലേക്ക് കുതിച്ചു. ഫാക്ടംബോസ് വളങ്ങൾക്ക് 2,300 രൂപ വില വന്നു. പൊട്ടാഷിന് 2,475 രൂപയോളം വില വന്നു. കർഷകനെ കൊണ്ട് ഒരിക്കലും താങ്ങുവാൻ സാധിക്കുന്നില്ല. നെല്ല് നിലവിൽ കിട്ടുന്നത് 3,000 രൂപയാണ്. എന്നാൽ അത് പോരാ. ഏതാണ്ട് 45,000 രൂപയോളവും ഒരേക്കർ നിലം കൃഷി ചെയ്യുമ്പോൾ ഒരു കർഷകന് മുടക്ക് വരുന്നു. 17 കിൻഡൽ 18 കിൻഡൽ 20 കിൻഡൽ നെല്ലാണ് അവർക്ക് കിട്ടുന്നത്. തുച്ഛമായ ലാഭം. നമ്മുടെ സർക്കാർ ആ പാടശേഖരത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുറവണ്ടുകൾ ബലമായി തീർത്തു തരികയും
അതിനാവശ്യമായ മോട്ടോർ പമ്പ് സെറ്റുകൾ ഇണക്കിത്തരികയും ചെയ്യുക. ഞങ്ങളെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സർക്കാർ ചെയ്യേണ്ടത്: ഒന്ന്, കീടനാശിനികൾക്ക് വില കുറയ്ക്കുക, ഉൽപ്പാദന ക്ഷമതയുള്ള വിത്തുകൾ തരിക, പാടശേഖരത്തിൻ്റെ പുറബണ്ടുകളും മോട്ടോറും ഞങ്ങൾക്ക് യഥാവിധി തരിക, സമയബന്ധിതമായി കൃഷി ഇറക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. നെല്ല് സമ്പാദന സമയത്ത് കർഷകരെ യൂട്ടിലൈസ് ചെയ്യാതെ ഏജൻസിയെ മാറ്റി നിർത്തിക്കൊണ്ട് മില്ലുകാർ നേരിട്ട് ആ നെല്ലെടുക്കുക. 2 ലക്ഷവും 3 ലക്ഷവും സാലറി മേടിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പുതിയ വിത്തുകൾ കണ്ടുപിടിച്ചുകൊണ്ട് കർഷകരെ നിലനിർത്തുന്ന സംവിധാനങ്ങളിലേക്ക് ഈ സർക്കാരുമായിട്ട് യോജിച്ചു പോകണമെന്നുള്ളതാണ് ഒരു കർഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.